എൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഒരു വല്ലാത്ത ബർത്ത്ഡേ ആണ്. ജനുവരി 11 എൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കൊന്ന് പടം കാണാൻ പോവാം. ആരുമില്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ. അങ്ങനെ ഞാൻ കാണാൻ പോയ പടം ഗെയിം ചേഞ്ചർ ആയിരുന്നു കേട്ടോ, രാംചരൻ്റെ. അവിടെ ചെന്നപ്പോഴാണ് സത്യം മനസ്സിലായത്, ആ പടം കാണാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പടം ക്യാൻസൽ ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തിരുവാതിരയൊക്കെ എടുത്ത് ഞാൻ ഡ്യൂട്ടിക്ക് കയറി കേട്ടോ. അങ്ങനെ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ ഞാനും അനുചേച്ചിയും കൂടെ, അനുചേച്ചി പറഞ്ഞ് ഞങ്ങളുടെ ഇൻചാർജ് ആട്ടോ, അനുചേച്ചിയും കൂടെ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. എല്ലാവരുടെ ഇൻചാർജുമാരും ഭയങ്കര സാധനമാണ്, ടെററാണ്, നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഇൻചാർജ് വളരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഞങ്ങളുടെ ഇൻചാർജ് നല്ല ഫ്രണ്ട്ലിയാണ്, നമുക്ക് എന്ത് വേണേലും പറയാം. ഒരു ഫ്രണ്ടിനെ പോലെ എല്ലാ കാര്യം കേൾക്കണേ ഞങ്ങളുടെ ഇൻചാർജാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. നല്ല കരിമ്പ് ജ്യൂസായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമ്പ് ജ്യൂസായിരുന്നേ. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെന്ന്. 25 രൂപയായിരുന്നു കേട്ടോ കരിമ്പ് ജ്യൂസിന്. ഞങ്ങൾ രണ്ടാളും ഓരോ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അശ്വതി ചേച്ചി ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഒരു കരിമ്പ് ജ്യൂസ് പാഴ്സൽ വാങ്ങിയിട്ട് ഞങ്ങൾ പോയി നേരെ. അങ്ങനെ ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി പോയി. ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞപ്പോൾ തിരുവാതിര ആയതുകൊണ്ട് നല്ല വിശപ്പ്, വേറെ ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മാത്രമായിട്ട് ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ ഡ്യൂട്ടി ഇടയിൽ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചു. പിന്നെ ഈ ബർത്ത്ഡേക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ, ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ നിന്ന്. അത് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം എന്താണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങാൻ പോയി. ബൈ ഗായ്സ്.